ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ മധുസൂദനൻ നായർ വിളിക്കുവാണ് കേട്ടോ. താൻ എൻ്റെ വീട് വരെ ഒന്ന് വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ തിരിച്ച് മധുസൂദനൻ നായരോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആ വീട്ടിൽ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പെൻഷന് വേണ്ടിയിട്ട്. ഇനി എന്തായാലും അങ്ങോട്ട് വരാൻ പറ്റില്ല. അതുമാത്രമല്ല, തൻ്റെ മുമ്പിൽ കണ്ടുപോരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോടതി വിധിയും വന്നു, ഇനി നമ്മൾ തമ്മിൽ കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മധുസൂദനൻ നായർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യ കാര്യം പറയാനാ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇത്ര താണ് കേണ് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂദനൻ നായർ ഭാര്യയോട് പറയാണ്, നീ ഇതിൽ ഇടപെടണ്ട, അവളിത് അറിയാനും പാടില്ല നമ്മൾ അറിഞ്ഞു എന്നുള്ളത്, ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചി വരുന്നതുകൊണ്ട് ഒരു വലിയ മീനൊക്കെ മേടിച്ച് മാർക്കറ്റിൽ നിന്ന് വരുവാണ് കേട്ടോ. അപ്പം മീൻ കണ്ട് രേവതിയുടെ നടത്തമൊക്കെ കണ്ട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, സച്ചി വരുന്നുണ്ടല്ലേ, എങ്ങനെയാണ് വരുന്നത്, ആടിമാസം അല്ലേ, വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് രേവതി പറയുന്നുണ്ട്, കാറിന് വന്നോളും, നിങ്ങളത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇനിയൊരു കുഞ്ഞിക്കാല് കാണുന്നേ എന്ന് ചോദിക്കുമ്പോൾ നൂലുകെട്ടിന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ മക്കളോട് പറയുന്നുണ്ട്, രേവതിയെ കാണുന്നില്ല, ഫോൺ വന്നതേ എങ്ങോട്ടോ ഇറങ്ങി ഓടി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അമ്മയെന്നും പറഞ്ഞ് രേവതിയുടെ അനിയൻ വെള്ളോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും രേവതി ഇതേ ഒരു മീനും കൊണ്ട് വരുവാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മിയമ്മ ഓടിച്ചെന്ന് ചോദിക്കുക, നീ എന്താ ഈ കാണിക്കുന്നത്, നിനക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയാം, എന്ത് കുഴപ്പം, അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഇനി ഹോസ്പിറ്റലിൽ പോയി നോക്കണോ, സച്ചേട്ടൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി പോയതാന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ലക്ഷ്മിയമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ആടിമാസമായിട്ട് അവനെന്താ ഇങ്ങോട്ട് വരുന്നത്, അതിന് ആടിമാസമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കണമെന്നല്ലേ ഉള്ളൂ, കാണാൻ പാടില്ല, ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് കേട്ടോ രേവതി. എന്നിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മ ഒരു രീതിക്കും സമ്മതിക്കുന്നില്ല. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ഇതൊക്കെ ആ ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, എന്തായാലും പറ്റില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയുക, എനിക്ക് എന്തായാലും വിശന്നിരിക്കുന്ന അദ്ദേഹത്തിനോട് ഫുഡ് തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഫുഡില്ലാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചത്. അപ്പോൾ എന്തായാലും പറ്റില്ല, അമ്മ ഇവിടെ വെക്കാൻ സമ്മതിക്കില്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ പോയി വെച്ച് കൊടുത്തോളാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പറയുക, മണ്ടത്തരം പറയാതെ രേവതി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചന്ദ്രമതി അറിയുവേലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും ദേവും അനിയനൊക്കെ പറയുന്നുണ്ട്, ഇവിടെ വന്നാലും അതൊന്നും അറിയില്ലമ്മേ, അമ്മ ടെൻഷൻ അടിക്കാതെ ചേച്ചി എന്ന് വെക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ രേവതി മീനൊക്കെ ആയിട്ട് അടുക്കളയിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി പാർലറിൽ വന്നിട്ട് ശ്രുതി എന്തെന്ന് അന്വേഷിക്കുമ്പം ശ്രുതി ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പം തന്നെ ശ്രുതിനെ വിളിക്കുവാണ്. ശ്രുതിയോട് ചോദിക്കുക, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പാർലറിൽ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പാർലറിലുണ്ടല്ലോ, നിൻ്റെ സ്റ്റാഫ് എപ്പോൾ എന്നോട് കള്ളം പറഞ്ഞതാണോ, നീ അകത്തുണ്ടോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി ഒന്ന് നടുങ്ങുന്നുണ്ടെങ്കിലും പറയാണ്, ഞാൻ ആ പാർലറിലല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറിലാണ്, അവൾക്ക് 3 ബ്രൈഡൽ വർക്കുണ്ട്, അപ്പോൾ സഹായത്തിന് വിളിച്ചായിരുന്നു, ക്യാഷും കിട്ടും, അതുകൊണ്ട് വന്നതാന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയാം, ഓക്കെ എന്നാൽ നീ വീട്ടിൽ വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നേക്കുമായി കഴിഞ്ഞു എന്ന് ആദ്യം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ശ്രുതി ഒന്ന് ഞെട്ടുമ്പോഴത്തേക്കും പറയണം, അല്ല ഇന്നത്തേക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ശ്രുതി മനസ്സിൽ ചിന്തിക്കുക, അവൾ വീട്ടിൽ വരട്ടെ, വീട്ടിൽ വന്നു കഴിയുമ്പോൾ പറയാം വർക്ക് പോയ കാര്യം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശ്രുതി ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുവാണ്, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. സച്ചി രേവതിയുടെ വീട്ടിലെത്തുവാണ് കേട്ടോ. വീട്ടിലകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ വെളിയിൽ നിന്ന് നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയെ കാണുമ്പോഴും ചോദിക്കുന്നുണ്ട്, രേവതി മീൻകറി വെച്ചല്ലേ, അച്ചമ്മ വെക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, ആ നാട് മുഴുവൻ സ്മെല്ലായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, മീൻ കറി മാത്രമല്ല, മീൻ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ട്, വാ സച്ചിയേട്ടാ കഴിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴും ലക്ഷ്മിയമ്മയ്ക്ക് ആകെ പരവേശവും വെപ്രാളവും ഒക്കെയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ രേവതി അമ്മ ഇരിക്കുന്നില്ല, ബാക്കി അനിയനും അനിയത്തിയും കൂടെ സച്ചിയുടെ കൂടി ഇരുന്ന് ഊണ് കഴിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോൻ പെട്ടെന്ന് കഴിച്ചെഴുന്നേക്കാൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും രേവതിയും അനിയനും അനിയത്തിയും അമ്മയും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും പറയാം, അതല്ല മോൻ ഒത്തിരി നേരമായില്ലേ, വൈകിയില്ലേ ഫുഡ് കഴിക്കാൻ, അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞത് അമ്മ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം രേവതിയോട് സച്ചി പറയുന്നുണ്ട്, നീ ഇരിക്കുക അമ്മയെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മൺ പറയുന്നുണ്ടില്ല, മോൻ കഴിക്കുക എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പം നമ്മുടെ സച്ചി ഒരു ഓളത്തിന് പറയുന്നുണ്ട്, ഇത്രയും നല്ല ഫുഡ് കിട്ടുമെങ്കിൽ ഇനി എന്നും ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ പിന്നെയും ഞെട്ടുവാണ് കേട്ടോ. എന്നും ഇങ്ങോട്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അന്തം വിട്ട്, ഈ അമ്മ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നോക്കുവാണ്. അല്ല ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഇത്രയും ദൂരം മോൻ വണ്ടി ഓടിച്ച് വരണ്ടേ, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയുവാണ് കേട്ടോ.
അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാം, നല്ല ഫുഡ് കിട്ടുമെങ്കിൽ എത്ര ദൂരെ പോകുന്നതിലും കുഴപ്പമുണ്ടോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി ഫുഡ് കഴിച്ചിട്ട് എഴുന്നേൽക്കുവാണ്. സച്ചി ഫുഡ് കഴിച്ച് കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് ഒരു ആശ്വാസമാവുന്നു കേട്ടോ. എങ്കിലും ലക്ഷ്മി അമ്മ പേടിച്ച് കുറച്ച് നിൽക്കുക. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതെങ്ങാനും ചന്ദ്രമതി അറിഞ്ഞാലത്തെ അവസ്ഥ, ഇനി ഇവിടെ കിടക്കപ്പുറതി ഉണ്ടാവുകയില്ല എന്നോർത്ത് നിൽക്കുവാണ്. അപ്പോൾ സച്ചിയുടെ കൂടെ കൈ കഴുകാൻ വേണ്ടി രേവതി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരവിടെ എന്താ കാണിക്കുന്നതെന്നൊക്കെ ഓർത്ത് വെപ്രാളം മൂത്ത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.